ഇല്ല അവനിപ്പോ അങ്ങനെ വരാറൊന്നും ഇല്ലടാ. അല്ല ഉണ്ടായിരുന്നെങ്കിലേ ശവത്തിന് ഒരു ജീവിച്ചിരിക്കുന്ന ശവം കൂട്ടായേനെ. ഇരുത്തായിരുന്നു. നിനക്ക് എന്താണ് അവനോട് ഇത്ര ശത്രുത? ഹലോ 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 മള്ളി. ആ ചോട്ടു പറ. ചോട്ടല്ല മള്ളി, ഒറിജിനൽ ഓജി ഇറങ്ങിയില്ലേ കഴിഞ്ഞ ആഴ്ച പുള്ളി. നീ വന്നോ? മള്ളി വന്നോ? അതിലല്ലേ ഇറങ്ങിയത് എവിടെ? മള്ളി കമ്പാക്ക് മൊമെന്റ് എയർപോർട്ടിലുണ്ട്. ഞാൻ താമരുന്ന് വണ്ടി എടുത്ത് പെട്ടെന്ന് വരാം. എയർപോർട്ട് ലാൻഡിംഗ് ലൊക്കേഷൻ. ഓക്കെ 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 ഓക്കെ. വണ്ടി ഇറക്കി നമ്മള്. അയ്യോ വെൽക്കം ബാക്ക് ഓജി. വെൽക്കം ബാക്ക്. ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഓ സോറി, വെൽക്കം, ഐ ആം ബാക്ക്. ലെറ്റ്സ് ഗോ. വണ്ടിക്കകത്ത് കയറി വണ്ടിക്കകത്ത്. ഞാന് കോച്ചിനൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത് ഇതാണ് ഗിഫ്റ്റ്. കോച്ചിന് ടേക്ക് കെയർ ചെയ്യണം. ഇല്ല ഇത് ഇറക്കിട്ട് ഇപ്പൊ 1 വർഷമായില്ലേ? 1 വർഷമായോ? പിന്നെ പക്ഷെ തീർത്തല്ലേ ഇതിന്റെ കടം ഫുള്ള് തീർന്നതാണല്ലോ. അതൊക്കെ തീർന്നു. അതറിയാം, മുണ്ടല്ലേ എടുത്തിരിക്കുന്നേ നോക്കിയേ. പക്ഷെ മള്ളി മള്ളി എനിക്കതല്ല പറയാനുള്ളത്. ഞാൻ ഒറ്റയ്ക്കല്ല പറഞ്ഞിട്ടുള്ളത്. പിന്നെ മള്ളി ഈ കമ്പാക്ക് അടിക്കാൻ ആരൊക്കെ ഉണ്ട് ടിവിയില്? ഇനി കമ്പാക്ക് അടിക്കാൻ പിത്തൽജി ആണോ? അല്ല പിത്തൽജി ഒന്നും ഇപ്പൊ ഇല്ലല്ലോ. എന്നാ മള്ളിക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. പിത്തൽജിയുടെ ബോഡി മള്ളി നമുക്കത് തിരിച്ചു കിട്ടി. എന്റെ അമ്മോ, എന്റെ പൊന്നുകോ, ഇത് കിട്ടിയ കഥയൊന്നും ലോങ് സ്റ്റോറി. ഞാൻ വണ്ടി ഒന്ന് മാറോ. എവിടുന്ന് കിട്ടി? മുള്ളി കിട്ടിയത് തായ്ലൻഡിൽ നിന്നാണ്. അവിടുത്തെ ഒരു മ്യൂസിയം വെച്ചിരിക്കുന്നു മുള്ളി. ആ പൂച്ചയുടെ എന്തെങ്കിലും അറിവുണ്ടോ? മുള്ളി സംഭവില്ലേ, മരിച്ചത് എങ്ങനെയെന്നറിയാവോ? ഈ മ്യൂസിയത്തിൽ പോയപ്പോ അവിടെ വെച്ചിട്ട് പൂച്ചയ്ക്ക് വരെ മറ്റേ ചെറിയ കടുവയില്ലേ, കറുത്ത കടുവ, അതിനെടുത്ത് തോളിൽ വെച്ചതാ. ഈ സൈഡിലെ കഴുത്ത് കണ്ടോ? ഇല്ല. ഇതിപ്പോ ബോഡി എങ്ങനെ ഇത്ര നാൾ എങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഫ്രഷ് ആയിട്ട്? അതുകൊണ്ടാണ് അവർ മ്യൂസിയത്തിൽ വെച്ചത്. മുള്ളി ഈ നാട്ടിലുണ്ടായിരുന്നപ്പോൾ നമ്മൾ എത്ര പറഞ്ഞിട്ടും പുഴുക്കാതെ കിടന്നില്ലേ? എത്താ പുഴുക്കുവോ? ശരിയാ, വല്ല വസ്തു തൊലിക്കട്ടിയല്ലേ മള്ളി. പുഴുത്തിട്ടില്ല പിന്നല്ലേ. വാ വണ്ടി കയറി കൊണ്ടുപോ. ഞാൻ ഇതൊന്ന് എടാ സ്റ്റീവേ, യദു കൃഷ്ണ എന്ന് വെറുതെ സെർച്ച് ചെയ്ത ഒരുപാട് പേരുണ്ടാവൂടാ. എടാ യദു കൃഷ്ണ എന്ന് എഴുതാ ഒരുപാട് പേരുണ്ടാവൂടാ. ജസ്റ്റ് അവന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഒന്ന് ചോദിച്ചിട്ട്. അവന്റെ കറക്റ്റ് ഇൻസ്റ്റാഗ്രാം ഐഡി ഒന്ന് പറയോ? എല്ലാരും കേട്ടോ? എല്ലാരും ഗ്യാങ് ഹൗസ് വാ. നീല ചാറ്റ് ഇൻബോക്സ് നോക്കുന്നോ? DM നോക്ക. അങ്ങനെ വരത്തില്ല ബ്രോ, അങ്ങനെ സെർച്ച് ചെയ്താൽ കാണിക്കത്തില്ല. എനിക്ക് കൊറേ റിക്വസ്റ്റ് ഉണ്ട്. ഡെഡ് ബോഡി കൊണ്ട് മരിച്ചുപോയ ആൾക്കാർക്ക് സാധിക്കാൻ പറ്റാത്ത നമ്മൾ മരിച്ചിട്ട് താഴ്ച കൊടുക്കണമെന്നാണ്. എന്താണിപ്പോ പിത്തൽജിക്ക് സാധിച്ചു കൊടുക്കാത്തത്? നമ്മൾ എന്തായിരുന്നു ഉള്ളത്? ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് മള്ളി. ഇനിയിപ്പം ഈ സർച്ചിനെ കൂടി നമ്മൾ കുറച്ചുകൂടി കാണിച്ചു കൊടുക്കണ്ടേ? പിന്നെ ഉറപ്പായിട്ടും. ചന്ദ്രൻ വന്നിട്ടുണ്ടോ? ഇല്ല അവനിപ്പോ അങ്ങനെ വരാറൊന്നും ഇല്ലടാ. അല്ല ഉണ്ടായിരുന്നെങ്കിലേ ശവത്തിന് ഒരു ജീവിച്ചിരിക്കുന്ന ശവം കൂട്ടായേനെ. ഇരുത്തായിരുന്നു. നിനക്ക് എന്താണ് അവനോട് ഇത്ര ശത്രുത? അവൻ വരാത്തോണ്ടാണ് പള്ളി. ഞാൻ വരുമെന്ന് പറഞ്ഞപ്പോട്ടോ വരൂല എന്ന് പറയുന്നത്.
ഇതൊക്കെ തരം മനുഷ്യന്മാരാണെന്ന് പറയണത് ദൈവമേ. തൽക്കാലം എലിയെ കിട്ടിയാലും മതി പള്ളി അഡ്ജസ്റ്റ് ചെയ്താ അവള് വരാറില്ല, അതല്ല ഇതെല്ലാം ഒരേ അച്ചില് വാർത്തതാ. ഇപ്പൊ സിറ്റിയിൽ റെഗുലർ ആയിട്ടുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ, പറയാതിരിക്കാൻ വയ്യ. സത്യമല്ല അത് ഞാൻ അറിയുന്നുണ്ട് പള്ളി. എടാ എന്തൊരു കഷ്ടമാ. വെള്ളത്തീരല് മീൻ കൊത്തും. എടാ നമ്മടെ വണ്ടി തന്നെ ഈ പുറകെ വന്ന് ഇടിച്ചു തെറിപ്പിക്കാടാ. ഹലോ അല്ല എന്റെ നമ്പർ ഒന്ന് സേവ് ആക്കി വെക്കണേ. ആ നമ്പർ സേവാക്കാം. എന്നെ വിളിക്കാതെ പോവരുത്, ഞാൻ വെയിറ്റിംഗ് അല്ല, ഡ്രസ് മാറ്റാൻ വന്നതാ. ആ ഞാൻ നിന്നെ വിളിച്ചിരിക്കും ഉറപ്പായിട്ടും. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്, ആ നിങ്ങളെ കുടുംബ വീട്ടിന്റെ ഉള്ളിൽ എന്റെ മയിൽവാഹനം ഉള്ളിലാക്കി. ഞാനാ ഞാനതൊന്ന് പോയി എടുക്കട്ടെ. ആ എടുത്തോ. എന്റെ കുട്ടിയായിട്ട് പോണേ. നിന്റെ കുട്ടിയായിട്ട് പോകണോ? നിനക്ക് കുട്ടി ഉണ്ടായില്ലേ? അല്ല എന്റെ ബേബി ഇല്ല, അതുകൊണ്ട് ഞാൻ അണ്ണന്റെ കൂടെ വരുന്നേ. അണ്ണന്റെ കൂടെ വരുന്നേ. അപ്പൊ അണ്ണനെ വിളിക്കാൻ മറക്കരുത്. ഇല്ല ഞാൻ വിളിക്കാൻ മറക്കൂല. ഞാൻ മുതുക്കിടെ ഉണ്ടാവും. അല്ല ഓൾ ദ ബെസ്റ്റ്, അടിക്കണേ. ആ വിളിക്കാം. പോയി ബോഡി പോയോ? ഹലോ ബോഡി കാണാനില്ല. മുങ്ങിത്തപ്പ് വാ ഹലോ. ഇത് എവിടെ പോയി? ബാബു വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുവാണോ ഇനി? ഈശ്വര ഇതെങ്ങനെ പൊങ്ങണേ? എനിക്കത് കിട്ടില്ല. നീ എന്താ ചാടത്തെ കൂടെ എന്നിട്ട്? കരയിൽ വല്ലതും വെച്ച് മരുന്ന് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. എടാ എന്തിനാണോ പുറകെ വന്ന് ഇടിച്ചത്? എന്ത് കഷ്ടപ്പെട്ടാണ് ആ ബോഡി ഒപ്പിച്ചതെന്ന് അറിയോ നിനക്ക്? അതെന്തായാലും മീൻ കൊത്താൻ പോണില്ല, കിട്ടണം. ഇപ്പൊ പൊങ്ങും. അണ്ണ ഞാൻ മനപ്പുറം ഇടിച്ചല്ല, അണ്ണ പെട്ടെന്ന് ബ്രേക്ക് ഇടിച്ചപ്പോ ബാക്ക് കൊണ്ട് ഇടിച്ചാണല്ലോ. പോണാ ഇതാര് ബൂത്തിന്ന് വിളിക്കുന്നേ? ഇത് പിത്തഞ്ചിയുടെ ബോഡി അല്ല. ഹലോ വേച്ചനെ പോടാ ഇറങ്ങാൻ കേട്ടാ. മുള്ളി വെള്ളത്തിൽ പോകാൻ ചാൻസ് ഇല്ല. മുള്ളി അറിയാവോ? വെള്ളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് മുന്നേ മൊത്തം മീനും ചാട്ട് പൊങ്ങിയേനെ. അത് ശരിയാ. വെള്ളത്തിലില്ല, കരയിൽ നോക്കാം. എടാ നിന്റെ തോളത്തിരിക്കുവല്ലായിരുന്നോ? ആ അതെങ്ങനെ പോയി താഴെ? എനിക്കറിയില്ല മള്ളി. ഇനിയിപ്പം മരിച്ചെങ്കിലേ ആൾക്ക് റിഫ്ലക്സ് ഉള്ളതല്ലേ. എന്നാലും ഒരു വട്ടം ചത്ത ആളെ വീണ്ടും വെള്ളത്തിൽ മുക്കി കൊന്നല്ലോ നീ. വന്ന പടി ഓക്കെ വന്ന വഴി നോക്കാം. നമ്മൾ ഇടത്തുനിന്നായിരുന്നോ വലത്തുനിന്നായിരുന്നോ വന്നേ? എവിടെ ജയിച്ചിട്ടില്ലായ ഞാൻ രണ്ടിടക്ക് ഹോൾഡില്ല. ഹോൾഡില്ല. പാലത്തിന്റെ ഡോക്ടർ